സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യസ്തപകമകരന്ദശ്രുതിചരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധോ നിമഗ്നാനാം ദംഷ്ട്രാമൃതവിപവരാഹസ്യ ഭവതി. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സുകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി അഹം തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യപദവീം മുകുന്ദബ്രഹ്മേന്ദ്രസ്ഫുടമുകുടനീരാജിതപദാം. ഓം അമൃതേശ്വരി നമഃ. എൻ്റെ സർവസ്വമായ അമ്മയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ പ്രണാമം. ഇവിടെ ഈ അധ്യയന ലഹരി ക്ലാസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ 15-ാമത്തെ ശ്ലോകം വരെ ഉള്ള ഭാഗങ്ങൾ നോക്കി. ശരത് ജ്യോത്സ്നാശുദ്ധാം ശശിയുത ജടാജൂട്ടമുകുട്ടാം പരത്രാസത്രാണ സ്ഫടികഘടികാ പുസ്തകകരാം സകലം നത്വാ നത്വാ കഥമിവ സതാം സന്നിദധത്തെ മധുക്ഷീരദ്രാക്ഷ മധുരീണ ഫണിതയ. ഒരു സാരസ്വത പ്രയോഗമാണ് അതിൽ പറയപ്പെട്ടത്. സരസ്വതി ഉപാസനയാണ് 2-3 ശ്ലോകങ്ങളിലായിട്ട് ഇതിൽ പറയുന്നത്. ഇനി ഇന്നത്തെ ദിവസമുള്ള ശ്ലോകങ്ങളും അതുപോലെയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ശരത്കാലത്തെ നിലാവിനെ പോലെ വെളുത്ത നിറമുള്ള അഭയവരദ മുദ്ര, സ്ഫടികമാല, പുസ്തകം ഇതൊക്കെ കയ്യിൽ ധരിച്ചിട്ടുള്ള, ജടാജൂഢത്തിൽ മുകുടധാരണിയായ ചന്ദ്രകലയെ ധരിച്ചിട്ടുള്ള ദേവിയുടെ രൂപത്തെ ധ്യാനിക്കുന്നവർക്ക് ഒരു തവണ നമസ്കരിച്ചാൽ പോരെ. അവരുടെ നാവിൽ നിന്നും മധുവും ക്ഷീരവും ദ്രാക്ഷയും ഇതൊക്കെ ചേർത്തതുപോലത്തെ തേനും പാലും ഒഴുകുന്ന വാക്കുണ്ടാവില്ലേ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ പറയപ്പെട്ടത്. ഉണ്ടാവും എന്നർത്ഥം, തീർച്ചയായിട്ടും ഉണ്ടാവും എന്നർത്ഥം. ഒരു നമസ്കാരം കൊണ്ട് വാഗ്വിലാസം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇനി വിദ്യാവിലാസം, നമ്മളിൽ വിദ്യ ശോഭിക്കും. പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നമുക്കത് വരില്ല. അതിന് ദേവീ ഉപാസനയാണ് ഉത്തമ ഉപായം എന്നുള്ള രീതിയിലാണ് അടുത്ത ശ്ലോകങ്ങൾ. 16-ാമത്തെ ശ്ലോകമാണ്. കവീന്ദ്രാണാം ചേത കമലവന ബാലാതപരുചിം ഭജന്തേ യേ സന്ത കഥിച്ചിത് അരുണാമേവ ഭവതി വിരിഞ്ചി പ്രയസ്യാഹ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഗ്ഭിർ വിദധതി സതാം രഞ്ജനമമി എന്നുള്ളത് അടുത്ത ശ്ലോകം. അല്ലയോ ഭഗവതി, ഹേ ഭഗവതി, കവീന്ദ്രാണ് കവികളിൽ വെച്ച് ഇന്ദ്രന്മാരായിരിക്കുന്ന ചേത അവരുടെ മനസ്സിൽ, കമലവന ബാലാതപരിചയം അവരുടെ മനസ്സാകുന്ന കമലവനം, അവരുടെ മനസ്സാകുന്ന താമരകളെ വികസിപ്പിക്കുന്ന ബാലാതപരുചി, ഉദിക്കുന്ന സൂര്യനാണ് നീ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ താമരകളൊക്കെ വിടരുന്നു. അതുപോലെ സജ്ജനങ്ങളുടെ മനസ്സൊക്കെ ദേവിയുടെ ദർശനം കൊണ്ട് വികസിക്കുന്നു. അരുണവർണ്ണയായിട്ടുള്ള നിന്നെ, ഭവതീം കഥിച്ചിട്ട്, ചിലർ മാത്രം, ഏതോ ചിലർ, നേരത്തെ പറഞ്ഞ മാതിരി പുണ്യം ചെയ്ത ചിലർ, ഭജന്തിത്വം ധന്യാഹ കഥിച്ചന ചിദാനന്ദലഹരീം എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ അപൂർവമായിട്ടുള്ള ദുർലഭമായിട്ടുള്ള ആളുകളാണ് ദേവി ഉപാസന ചെയ്യുന്നത്.
സന്തഃ അങ്ങനെയുള്ള സജ്ജനങ്ങൾ ഭജന്തെ ഭജനെ ഭജിക്കുന്നു. തേ നിന്റെ അമി ഈ വിരിഞ്ചി പ്രേയസ്യാഹ ബ്രഹ്മാവിൻ്റെ പത്നിയുടെ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഗ്ഭയെ യൗവനയുക്തരായ യൗവനയുക്തമായ ശൃംഗാരസപ്രധാനമായ പ്രവാഹം പോലത്തെ ഗംഭീരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് സജ്ജനങ്ങളെ രഞ്ജനം ചെയ്യുന്നു എന്നാണ്. അരുണവർണ്ണയായിട്ടുള്ള ഇന്ന് ആരാണോ ധ്യാനിക്കുന്നത്, അങ്ങനെയുള്ള അപൂർവം വ്യക്തികൾ, സരസ്വതിയായിട്ട് വിചാരിച്ചുകൊണ്ട് ധ്യാനിക്കുന്നവർ, അങ്ങനെയുള്ള അപൂർവം വ്യക്തികൾ അവരുടെ നാവിൽ നിന്നും ശൃംഗാരരസപ്രധാനമായ ഗംഭീരമായ വാക്കുകൾ ഉണ്ടാകുന്നു. അത് സജ്ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നു. സജ്ജനങ്ങളുടെ മനസ്സാകുന്ന താമരകളെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ വിടർത്തുന്ന ബാലാതപ രുചിയാണ് നിന്റെ അനുഗ്രഹം. സൂര്യോദയമാണ് നിന്റെ ദർശനം എന്നാണ് വളരെ കാവ്യാത്മകമായ രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വിദ്യാവിലാസം നൽകുന്ന ഒരു ശ്ലോകമാണ് ഈ ശ്ലോകവും. നമ്മുടെ ഹൃത്പുണ്ഡരീകത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അമ്മയെ ധ്യാനിക്കണം. ആ പരാശക്തിക്ക് അരുണവർണ്ണമാണ്, അരുണശോഭയാണ് ദേവിക്ക്. അരുണാം കരുണാതരംഗിതാക്ഷിയും ധൃതപാശാങ്കുശ പുഷ്പവാണ് ജാപാം എന്ന് ലളിതാ സഹസ്രനാമം. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്ന് ലളിതാ സഹസ്രനാമം. തൻ്റെ അരുണവർണ്ണം കൊണ്ട് ഈ ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളെ മുഴുവൻ ശോഭിപ്പിക്കുന്നു. മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല എന്ന് ലളിതാ സഹസ്രനാമം. നേരത്തെ ആ രൂപം പറഞ്ഞു. കരിമ്പിൻ്റെ വില്ല്, അങ്കുശം, പാശം, പുഷ്പബാണങ്ങൾ, സ്ഫടികമാല, അതുപോലെ അമ്മയുടെ കണ്ണുകളൊക്കെ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നുള്ള 3 പ്രകാശ സ്രോതസ്സുകൾ. ഇങ്ങനെയുള്ള പരാശക്തിയെ, അരുണശോഭിതയായ പരാശക്തിയെ ആരാണോ ധ്യാനിക്കുന്നത്, അയാൾ സംസാരിക്കുന്നതൊക്കെ മനോഹരമായ വാഗ്വൈഖരിയായിത്തീരുന്നു. അത് സഭാരഞ്ജനം ചെയ്യുന്നു. എന്നുവെച്ചാൽ ആരെങ്കിലും രസിപ്പിക്കാൻ നിലവാരമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസിപ്പിക്കുക എന്നുള്ളതല്ല, ഗംഭീരമായ വാക്കുകളെ കൊണ്ട് രസിപ്പിക്കുന്നു. വിരിഞ്ചി പ്രേയസ്യാഹ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഗ്ഭ്യേ എന്നൊരു വലിയ വിശേഷണമാണ് ഇവിടെ പറഞ്ഞത്. സാക്ഷാത്ത് സരസ്വതി ദേവിയുടെ വാക്കുകളെ പോലെ ശൃംഗാരരസപ്രധാനം എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കണ്ട. ദേവി ശൃംഗാരരസപ്രധാനയാണ്. ലളിതാ പരമേശ്വരി ശൃംഗാരരസപ്രധാനയത്രേ. ഈ പ്രപഞ്ച തത്വം ഏകമായി കിടക്കുമ്പോൾ അതിന് വികല്പങ്ങളൊന്നുമില്ല. നിർവികല്പമായിട്ടിരിക്കുമ്പോൾ അതിന് വികാരങ്ങളില്ല. ഏകഃ ബഹുസ്യാം പ്രജായേത, ഞാൻ പലതായി തീരട്ടെ എന്ന് ഈശ്വരൻ വിചാരിക്കുമ്പോഴാണ് ഈ പ്രപഞ്ച സൃഷ്ടി. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണം ശൃംഗാരരസമാണ്. ദേവിയുടെ കാമമാണ്, ദേവിയുടെ കാമനയാണ് ഞാൻ പലതായി തീരട്ടെ, ഈ പ്രപഞ്ചമായി തീരട്ടെ എന്നുള്ള അനേകത്വത്തിന് കാരണമാകും. ആ ഒരു രസത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ശൃംഗാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ദേവി തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് സാക്ഷാത് സരസ്വതി ദേവി
പുരുഷനായിട്ട് മാറിയോ, പുംഭാവ സരസ്വതിയാണോ ഈ കവി എന്ന് തോന്നത്തക്ക വാക്കുകളാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഒരു പശയുണ്ട്. അമ്മ പറയും ഉത്തമ സാധകരുടെ വാക്കിൽ ഒരു പശയുണ്ടെന്ന് പറയും. അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. അവർക്ക് അതിനെ അനുകരിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് ഈ അമ്മയുടെ ഭക്തന്മാർക്ക് വാഗ്വിലാസം ഉണ്ടാകും. മറ്റുള്ളവരെ രഞ്ജിപ്പിക്കുന്ന, മറ്റുള്ളവരെ ആകർഷിക്കുന്ന വാഗ്വിലാസം ഉണ്ടാകുന്നു. ഉജ്ജയിനി എന്നുള്ള രാജ്യത്തിൽ ഭോജൻ എന്നുള്ള രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ വലിയൊരു മഹാപുരുഷന്മാരൊക്കെ അവരുടെ സഭയിലുണ്ടായിരുന്നു. കവികളാണ് എല്ലാവരും. എല്ലാവർക്കും ആ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന കാളിദാസനോട് വലിയ അസൂയാണ്. കാരണം ഭോജരാജാവിന് കാളിദാസനോട് ഒരു പ്രത്യേക മമതയുണ്ട്. അവിടെ തന്നെ ഭവഭൂതി, വരരുചി ഇങ്ങനെയുള്ള വിദ്വാൻമാരൊക്കെ ഉണ്ട്. എങ്കിലും അവരെയും രാജാവിന് ഇഷ്ടമാണ്. പക്ഷെ കാളിദാസനോടാണ് കൂടുതൽ സ്നേഹം. അപ്പോൾ ഈ കാളിദാസന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം എന്ന് രാജാവ് വിചാരിച്ചു. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരു കടുങ്കഥ പോലെ ഇങ്ങനെ പറഞ്ഞു. കുസുമേ കുസുമോത്പത്തി ശ്രൂയത്തെ എന്നുവെച്ച ദൃശ്യത്തെ. ഒരു പൂവിൽ നിന്ന് പൂ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കാണാറില്ല എന്നൊരു കവിതാരൂപത്തിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പൂരിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥവൽ മറ്റുള്ളവർക്ക് സാധിച്ചില്ല. കാളിദാസൻ നിമിഷം കൊണ്ട് ഇത് പൂരിപ്പിച്ചു. ബാലേ തവ മുഖാംബോജെ ദുഷ്ടം ഇന്ദീവരദ്വയം. നിന്റെ മുഖമാകുന്ന താമരയിൽ 2 ഇന്ദീവര പുഷ്പങ്ങളാകുന്ന കണ്ണുകളെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഉത്തമജാതി സ്ത്രീകളുടെ മുഖം താമര പോലെ ഇരിക്കുമെന്നും അതിൽ നീലോത്പലം പോലെയാണ് അവരുടെ കണ്ണുകളെന്നും അത് അതിൻ്റെ അർത്ഥം. ശൃംഗാരരസപ്രധാനമാണ്. എങ്കിലും അത് സഭാരഞ്ജനം ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാളിദാസന്റെ കഥ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു റാണി ഉണ്ടായിരുന്നുവെന്നും അവർ മഹാ അഹങ്കാരിയായിരുന്നുവെന്നും അവരെല്ലാവരെയും വിളിച്ച് അപമാനിക്കും. അത് കാരണം ആർക്കും അവരെ അത്ര ഇഷ്ടമല്ല. എല്ലാവരും കൂടി വിചാരിച്ചു അവരെ പറ്റിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഒരാള് മരത്തിന്റെ മുകളിലിരുന്ന് താന്നിരിക്കുന്ന അതേ ശാഖയെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവനാണ് പറ്റിയ ആളെന്ന് എല്ലാവരും തീരുമാനിച്ചു. അവന് അലങ്കാരമൊക്കെ ചെയ്തു ഒരു സുന്ദരനാക്കി ആ റാണിയെ കല്യാണം കഴിപ്പിച്ചത്രേ. ആദ്യത്തെ രാത്രിയിൽ അവർക്ക് മനസ്സിലായി ഇയാളൊരു മഹാപൊട്ടനാണെന്നുള്ളത്. തർക്കം ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു ആംഗ്യഭാഷയിലാണ്, കൈകാൽ വിരൽ ചലിപ്പിച്ച് മാത്രം ഉത്തരം പറയണം എന്നൊക്കെ പറഞ്ഞു. അവർ ഒരു വിരൽ കാണിച്ചു, ഇയാൾ 2 വിരൽ കാണിച്ചു, അവർ 2 വിരൽ കാണിച്ചു, ഇയാൾ 3 വിരൽ കാണിച്ചു. അതിനൊക്കെ വ്യാഖ്യാനം കൊടുക്കുന്നത് മറ്റുള്ള പണ്ഡിതന്മാരാണ്. അത് കാരണം ആ മൂർഖന് യാതൊരു ജോലിയില്ല. അപ്പൊ ആ റാണി അങ്ങനെ സംതൃപ്തിയായി അയാളെ കല്യാണം കഴിച്ച് പിന്നീട് അത് മൂർഖനാണെന്ന് മനസ്സിലായി എന്ന് പറയുന്നു. അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അയാൾ ഒരു കാളി ക്ഷേത്രത്തിൽ കയറിയിരുന്നു. കാളിദേവിയാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പൊ കാളി അവിടെ ഇല്ലാത്ത സമയമാണ്. അവിടെ നിന്ന് കാളി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വാതിൽ അടച്ചിരിക്കുന്നത് കണ്ടു. ആരാ എന്റെ വാതിൽ അടച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അത്രേ. അപ്പൊ നിങ്ങളാരാണെന്ന് ചോദിച്ചു അകത്തിരുന്ന കാളിദാസൻ. അപ്പൊ കാളിദാസൻ നല്ല പേര്. ഞാൻ കാളിയാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ദാസനാണ്, കാളിദാസനാണ്. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ദേവിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കാളിദാസൻ അപേക്ഷിച്ചു അത്രേ, എന്നെ അനുഗ്രഹിക്കണം, എന്നാലേ ഞാൻ വാതിൽ തുറക്കുള്ളൂ. അങ്ങനെ ഇയാളുടെ കുസൃതിയും ഇയാളുടെ ഉത്തരവും കേട്ട് ദേവി സന്തോഷിച്ചു. അങ്ങനെ കാളിദാസനെ അനുഗ്രഹിച്ചു.
അങ്ങനെ കാളിദാസ വിരചിതമാണ് ശ്യാമള ദണ്ഡകം. ആദ്യം എഴുതിയതാണെന്ന് പറയും. അത്യപൂർവമായ ഒരു കൃതിയാണ്. അതിന്റെ കാളിദാസന്റെ വാഗ്വൈഖരി മനസ്സിലാവും. എന്ന സിദ്ധ്യത്വ ശ്യാമളം കോമളം ചന്ദ്രചൂടാൻവിതം താവകം ധ്യായത തസ്യ ലീലാസരോ വാരിധി തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ഗീർദേവതാ കിങ്കരി തസ്യ ജാജ്ഞാകരി ശ്രീ സ്വയം. ഒക്കെ ഇങ്ങനെ ഗംഭീരമായ വാഗ്ഭി വിദധതി സതാം രഞ്ജനമമി എന്നിവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുപോലത്തെ വാഗ്വൈഖരിയാണ് കാളിദാസന്റെ മുഖത്തിൽ നിന്ന് കളിക്കുന്നത്. അവിടെ തത്തയെ പറ്റി വർണ്ണിക്കുന്നു. സർവവിദ്യാവശേഷാത്മകം ചാട്ടുഗാഥാസമുച്ചാടനം കണ്ഠമുല്ലോലസദ്വർണ്ണ രാജിത്രയം കോമളശ്യാമളോദാര വക്ഷതയം തുണ്ടശോഭാതി ദൂരീഭവത്ക്കും സുഖം തം സുഖം നാളയന്തി പരിക്രീഡസേ. ഒരു ദേവിയെ വർണ്ണിച്ചാലും കുഴപ്പമില്ല. ദേവിയുടെ കയ്യിലുള്ള തത്തയാണ് ഇത്ര മനോഹരമായിട്ട് വർണ്ണിക്കുന്നത്. ദേവിയുടെ കയ്യിലൊരു തത്തയുണ്ട്. അതെങ്ങനെയാണ്? സർവവിദ്യാവശേഷാത്മകം, സകല വിദ്യകളും അതിനറിയണം. ചാട്ടുഗാഥാസമുച്ചാടനം, വേദങ്ങളൊക്കെ അത് സ്ഫുടമായിട്ട് ചെല്ലുന്നു. ചാട്ടുഗാഥാസമുച്ചാടനം കണ്ഠമുല്ലോലസദ്വർണ്ണ രാജിത്രയം, അതിൻ്റെ കണ്ഠത്തിൽ 3 വ്യക്തമായ വർണ്ണങ്ങളുണ്ട്. തുണ്ടശോഭാതി ദൂരീഭവത് കിംസുഖം തം സുഖം എന്ന്, കിംസുഖത്തെ വെല്ലുന്ന ചുമപ്പാണ് അതിൻ്റെ ചുണ്ടിന്, അതിൻ്റെ തുണ്ടങ്ങൾക്ക്. ലാളയന്തി പരിക്രീഡസി, അതിനെ ലാളനം ചെയ്ത് ദേവി പിടിച്ചിരിക്കുന്ന അർത്ഥം. അങ്ങനെ ഈ ശ്ലോകത്തിൽ കാളിദാസനെയാണോ പറയുന്നതെന്ന് തോന്നിപ്പോ അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ കർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഹി വചോഭിർ വാഗ്ദേവീർ വദനകമലാമോദമുദ്രൈഹി. സോറി, ഞാൻ അതിന് മുമ്പത്തെ ശ്ലോകമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിരിഞ്ചി പ്രേയസ്യാഹ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഗ്ഭി വിദധതി സദാം രഞ്ജനമമി. സാക്ഷാത് വിരിഞ്ചിയുടെ പ്രേയസ്യ, വിരിഞ്ചിയുടെ പത്നി സരസ്വതീ ദേവിയുടെ വാഗ്വിലാസങ്ങളാണോ എന്ന് തോന്നുന്ന ഗംഭീരമായ വാക്കുകളെ കൊണ്ട് സജ്ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി സരസ്വതി കടാക്ഷം പരിപൂർണമായിട്ട് കിട്ടും. വാമകേശ്വര തന്ത്രാദികളിലൊക്കെ ഇതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. അരുണാഖ്യാം ഭഗവതീം അരുണാഭാം ചിന്തയേത് പാശാങ്കുശധരാം ദേവീം ധനുർബാണധരാം ശിവാം വരദാഭയസ്യ ഹസ്താഞ്ച പുസ്തക അക്ഷ അസ്ത്രഗന്വിതാം അഷ്ടബാഹും ത്രിനയനാം ഖേലന്തീം അമൃതാംബുദൗ സാകാരാത്യവ ശൃംഗാര രസാസ്വാദന ലംപടാം സഭാസദ സർവാൻ സാധികേന്ദ്ര സഭാസ്ഥല എന്ന് ഏകദേശം ഈ പറഞ്ഞ സഭാരഞ്ജനം ചെയ്യുന്നു, പണ്ഡിതശ്രേഷ്ഠനാകുന്നു എന്നൊക്കെ തൻ്റെ ഫലശ്രുതി പറയുന്നു. അപ്പോൾ ഈ വാമകേശ്വര തന്ത്രത്തിൻ്റെ അതാണ് മൂലം. അതിനെ വേറൊരു കാവ്യാത്മകമായ രീതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ വർണ്ണിച്ചു എന്ന് വേണം ഈ ശ്ലോകത്തെ ധരിക്കാൻ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശന്യാദ്യാഭിः ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സ കർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവീർവദനകമലാമോദമധുരൈഃ. അല്ലയോ ജനനി, ഹേ ജനനി, വാചാം വാക്കുകളുടെ, സവിത്രീഭിः അതിനെ ഉണ്ടാക്കുന്നവരായ, ശശിമണിശിലാഭംഗിരുചിഭിഃ ചന്ദ്രകാന്ത കല്ല് പോലത്തെ ആകൃതിയുള്ള, വെളുപ്പ്, മഹിമ, ശൈത്യം ഇതൊക്കെ ഉള്ള, വശന്യാദ്യാഭിഹി വശന്യാദികളോടുകൂടി, നിന്നെ ത്വാം യഹ ആരാണോ സഞ്ചിന്തയതി ചിന്തിക്കുന്നത്, മഹതാം അയാള്, സഹ മഹതാം ഭംഗിരുചിഭിഹി മഹത്തുക്കളുടെ വാഗ്വിലാസത്തോടുകൂടി, വാഗ്ദേവീർ വദനകമലാമോദമുദ്രൈഹി സരസ്വതിയുടെ
താമരപ്പൂവ് പോലത്തുള്ള മുഖത്തുള്ള ആ സുഗന്ധത്തോടു കൂടിയുള്ള വാക്കുകളെ അച്ചോബഹി കാവ്യാനാം കർത്ത ഭവതി, കാവ്യങ്ങളെ ഉണ്ടാക്കുന്ന കർത്താവായിട്ട് മാറുന്നു. ഇതിൽ വർണ്ണാത്മികയായ സരസ്വതിയുടെ ഉപാസനാ മഹിമയാണ് പറയുന്നത്. സംസ്കൃതത്തിൽ 8 വർഗങ്ങളുണ്ടെന്ന് പറയും. അ ആ ഇ ഈ ഉ ഊ എ ഐ ഓ ഔ അം അഹ ഇതൊക്കെയുള്ള അക്ഷരങ്ങൾ 16 ഇത് അകാരാദി വർഗം. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, യവർഗം, ശവർഗം, ഖ ഖ ഗ ഘ ഞ, ഛ ഛ ജ ഝ ഞ, ട ഠ ഡ ഢ ണ, ത ഥ ദ ധ ന, പ ഫ ബ ഭ മ. യവർഗത്തിൽ യ റ ല വ, ഷ ഷ സ ഹ എന്ന് 50 അക്ഷരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ വർണ്ണങ്ങളൊക്കെ മാതൃകാക്ഷരങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ദേവിയുടെ സ്വരൂപം തന്നെയാണ് എന്ന് പറയും. കേരളത്തിൽ പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മൾ മന്ത്രജപം ചെയ്യുമ്പോൾ വിരൽ കൊണ്ട് എണ്ണും. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ എണ്ണും. അതൊരു രീതിയാണ് ജപം ചെയ്യുന്നതിന്. മറ്റൊരു രീതിയുണ്ട്, അതാണ് അക്ഷരങ്ങളെ കൊണ്ട് എണ്ണുക. അക്ഷരങ്ങളെ ഉപാസന ചെയ്യുക എന്നുള്ള രീതിയുമുണ്ട്. അകാരാദി ക്ഷകാരാന്തം അതിനെ പറയും. അതൊരു ഉപാസനയാണ്. ചിലർ ഇങ്ങനെ ജപിക്കും. ഒരു ഉദാഹരണം, നമഃശിവായ എന്നുള്ളതാണ് ഉപാസന മന്ത്രം. അതിനെ ആ നമഃശിവായ, ആ നമഃശിവായ, ഈ നമഃശിവായ, ഈ നമഃശിവായ, ഊ നമഃശിവായ, ഊ നമഃശിവായ, ഋ നമഃശിവായ, ഋ നമഃശിവായ, അങ്ങനെ എല്ലാ അക്ഷരങ്ങളുടെയും കൂടെ നമ്മുടെ മൂലമന്ത്രം ജപിക്കും. അങ്ങനെ ജപിക്കുമ്പോൾ 50 അക്ഷരങ്ങൾ അല്ലെങ്കിൽ 51 ഇങ്ങനെയുള്ള കണക്കിൽ ജപിച്ചുകൊണ്ടേ പോകാം. അപ്പോൾ ഈ വർണ്ണാത്മികയായ ദേവിയുടെ ഉപാസനയായി, അതുകൂടാതെ നമ്മുടെ മൂലമന്ത്ര ഉപാസനയായി, അങ്ങനെ ഒരു ജപ സാധന അങ്ങനെ ഉണ്ട്, പതിവുണ്ട്. അങ്ങനെ ദേവിക്ക് ഇവിടെ വശന്യാദികളായ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. വശന്യാദ്യാഭിഹി സഹജനനിത്വം സഞ്ചിന്തയതിയ എന്ന്. ഈ ലളിതാ സഹസ്രനാമത്തിന്റെ രചയിതാക്കൾ 8 പേരാണെന്ന് പറയും. വശന്യാദി വാഗ്ദേവികളാണ്. വശിനി, അരുണ, മോദിനി. അതുകൊണ്ട് അവരുടെ പേര് ഞാൻ ഇവിടെ എടുത്തു പറയുന്നു, ലളിതാ സഹസ്രനാമ കർത്താവായതുകൊണ്ട്. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കാളി എന്നുള്ള 8 പേരാണ്. ഇവരൊക്കെ ദേവിയുടെ വാഗ്ദേവികളാണ്. ദേവിയുടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം എഴുതാൻ ആർക്കാണ് ഏറ്റവും നല്ല കഴിവുള്ളതെന്ന് ചോദിച്ചാൽ ഈ 8 പേരാണ്. അവർ പക്ഷേ ഈ സൗന്ദര്യ ലഹരിയിൽ ലളിതാ സഹസ്രനാമ കർത്താവായിട്ടല്ല അവരെ പറഞ്ഞിട്ടുള്ളത്. ദേവിയുടെ കൂടെയുള്ള യോഗിനികളുടെ പ്രധാനപ്പെട്ടവരായിട്ട് ഇവിടെ പറയുന്നു. സപരിവാരം ചിന്തിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ശ്രീരാമനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സപരിവാരം എന്ന് പറഞ്ഞാൽ രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, ഹനുമാൻ, വിഭീഷണൻ, സുഗ്രീവൻ ഇങ്ങനെയുള്ളവരൊക്കെ കൂടിയാണ് ആലോചിക്കുന്നത്. സപരിവാര പൂജ. അതുപോലെ ഇവിടെ ദേവിയുടെ പരിവാരങ്ങളിൽ ഈ 8 വശന്യാദി ദേവികളും പെടുന്നു. അതുപോലെ 12 യോഗിനികളുണ്ട്. വിദ്യായോഗിനി, രേചകായോഗിനി, മോചികായോഗിനി, അമൃതായോഗിനി, ദീപികായോഗിനി, ജ്ഞാനയോഗിനി, ആപ്യായിനി യോഗിനി, വ്യാപിനി, മേധ, വ്യോമരൂപ, സിദ്ധരൂപ, ലക്ഷ്മി യോഗിനി എന്ന്. അതുപോലെ 4 ദ്വാരദേവതകൾ, ഗന്ധാകർഷിണി, രസാകർഷിണി, രൂപാകർഷിണി, സ്പർശാകർഷിണി, 4 ദിക്കിലും ഉള്ള വാതിലുകളിൽ വരാൻ നിൽക്കുന്നത്. ഇതിനെ ദുർഗാസൂക്തത്തിൽ ഗന്ധദ്വാരാം ദുരാധർഷാം നിത്യപുഷ്ടാം കരീഷിണിയും ഈശ്വരീകം സർവഭൂതാനാം താമിഹോപഹ്വയേ ശ്രീയം എന്ന് ദുർഗാസൂക്തം കേട്ടിട്ടുള്ളവർക്കറിയാം.
ദ്വാരദേവതകളുണ്ട്. ഇങ്ങനെ 12ഉം 8ഉം 20ഉം 24 യോഗിനികൾ അവരോടുകൂടി ദേവിയെ ധ്യാനിക്കാം എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. വശന്യാദ്യാഭിഹി എന്ന്, വശനി മുതലായ എന്നുള്ളതിൻ്റെ. ദേവി ദുരാധർഷയാണ്. പഞ്ചതന്മാത്രകൾക്ക് രാജ്ഞിയാണ്. ദുരാദർശങ്ങൾ പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവൾ എന്നർത്ഥം. എന്ന് വെച്ചാൽ ദേവി സുലഭയാണ്, ഭക്തസുലഭ എന്ന് പറയും, ബുദ്ധിമുട്ടാണെന്ന് പറയും. ഏതാ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശുദ്ധഹൃദയമുള്ളവർക്ക് ഏറ്റവും എളുപ്പം, അങ്ങനെ അല്ലാത്തവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അത്ര എടുത്താലും അങ്ങനെ എടുക്കാൻ പാടില്ല. നിത്യപുഷ്ടാം എന്ന് പറയും. എന്ന് വെച്ചാൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഈ മൂന്നിനും സാക്ഷിഭൂതയാണ് ദേവി. നാശമില്ലാത്തവൾ, ജ്ഞാനരൂപിണി, ദുഃഖസംബന്ധം ലവലേശം ദേവിക്കില്ല. മുകളിലാണോ താഴെയാണോ എന്നുള്ള ഭേദങ്ങളില്ല, ദേശകാലങ്ങളൊന്നുമില്ല. സാധ്യവസ്തു, സച്ചിദാനന്ദ സ്വരൂപിണി, ഇങ്ങനെയുള്ള ദേവിയാണ് നിത്യപുഷ്ട. ഇങ്ങനെയുള്ള ദേവിയെ കരീഷിണിയും എന്ന് വെച്ചാൽ ആനകളാൽ ചുറ്റപ്പെട്ടവൾ. പണ്ട് മധുരയിൽ ധാരാളം ആനകളുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ദേവിക്ക് പ്രിയമാണ് അങ്ങനെയുള്ള വാഹനങ്ങൾ. ഇന്നും ഗുരുവായൂരപ്പൻ ആനയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇഷ്ടംപോലെ ആനകളോടുണ്ട്. അങ്ങനെ ഈ പരാംബികയെ വശന്യാദി ദേവതകളോടുകൂടി 24 പേരുടെയും പേര് ഞാൻ പറഞ്ഞു. അവരോടുകൂടി ആരാണ് ധ്യാനിക്കുന്നത്? വശന്യാദി വാഗ്ദേവികളോടുകൂടി ആരാണ് ധ്യാനിക്കുന്നത്? അവർക്ക് വർണ്ണങ്ങളോടുകൂടി ആരാണ് ധ്യാനിക്കുന്നത്? അവർക്ക് വലിയ വലിയ കാവ്യങ്ങൾ എഴുതുമാറാകും. മഹത്വം ഭംഗിയുള്ളതുമായ കവി എഴുതാനാകും. അത് സാക്ഷാത്ത് സരസ്വതി ദേവിയുടെ സുഗന്ധത്തോടുകൂടി, വായിൽ നിന്ന് വരുന്നത് പോലത്തെ സുഗന്ധത്തോടുകൂടി വിളങ്ങുന്നു എന്നൊക്കെ ആ ശ്ലോകത്തിന്റെ സാമാന്യമായിട്ട് അർത്ഥം അങ്ങനെയാണ്. 18ാമത്തെ ശ്ലോകം അതും സാരസ്വത പ്രയോഗമാണ്. ആ 3 ശ്ലോകങ്ങൾ ശരത് ജ്യോത്സ്ന ശുദ്ധം തുടങ്ങി ഈ ശ്ലോകം വരെയുള്ളത് 3 ശ്ലോകങ്ങളും സരസ്വതി ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് സാരസ്വത യോഗങ്ങൾ എന്ന് പറയും. അടുത്തത് 18ാമത്തെ ശ്ലോകം. ധനുഛായാഭിസ്തേ തരുണതരണിശ്രീ സരണിഭിഃ ദിവം സർവാമുർവീം അരുണിമ നിമഗ്നാം സ്മരതിയഃ ഭവന്ത്യസ്യ ത്രസ്യത് വനഹരിണശാലീന നയനാഃ സഹോർവശ്യാഃ വശ്യാഃ കതികതിന ഗീർവാണ ഗണികാഃ. ഹേ ഭഗവതി, അല്ലയോ ഭഗവതി, തരുണതരണിശ്രീ സരണിഭിഃ, ബാലസൂര്യന്റെ ശ്രീസരണി വെയിൽ പോലത്തെ കാന്തിയോടുകൂടി, ഉദയാർക്ക ബിംബം പോലെ, അരുണവർണ്ണം പോലെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആരും കാണാറില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമസ്കരിക്കും. ആദ്യം സൂര്യനെ കാണുമ്പോൾ എന്ന സ്ഥലത്ത് നമസ്കരിക്കും. ഞാൻ ഒരിക്കലും ഒരു സ്വാമിയുടെ കൂടെ യാത്രയ്ക്ക് പോയി, ഡൽഹിക്ക്. എയർപോർട്ട് പോകുമ്പോൾ ആ സമയമാണ്, കൃത്യസമയമാണ്, സൂര്യൻ ഉദിക്കുന്ന സമയമാണ്. ഞങ്ങൾ അകത്ത് പോകലും സൂര്യൻ ഉദിച്ചുയരുകയും ഒരേ സമയത്തായിരുന്നു. അദ്ദേഹം യാതൊരു മടിയില്ല, എയർപോർട്ടിലുള്ള പ്ലാറ്റ്ഫോമിൽ ഞാൻ നമസ്കരിച്ചു. അതിനെ കണ്ട് കുറച്ചു നേരം തൊഴിൽ നിന്ന് 2-3 ഗായത്രിയൊക്കെ ജപിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ ഉദയാർക്ക ബിംബം പോലെ ഉദ്യദ്ഭാനു സഹസ്രാഭ, ഉദിച്ചുയരുന്ന 1000 സൂര്യൻ ഒരുമിച്ച് വരുന്നത് പോലത്തെ കാന്തിയാണ് ദേവിക്ക്. ആ കാന്തിയെ നിന്റെ ധനുഛായാഭിഹി, ആ കാന്തിയെ ദിവം സർവാമുർവീം, ഈ ഭൂമിയെയും ആകാശത്തെയും അരുണിമ നിമഗ്നാം, അരുണവർണ്ണം കൊണ്ട് നിമഗ്നം ചെയ്യുന്ന,
ആ കാന്തിയെ ആരാണോ ധ്യാനിക്കുന്നത്, യഹ സ്മരതി അസ്യ അവന് ത്രസ്യത് വനഹശാലീനനയന പേടിച്ചു നിൽക്കുന്ന അരണ്ട മാൻപേട പോലത്തെ കണ്ണുകളുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയിട്ടുള്ള കത്തിക്കത്തിന ഗിർവാണഗണിക അപ്സര സ്ത്രീകൾ, ഊർവശ്യാസഹ ഊർവശി രംഭ മുതലായ സ്ത്രീകൾ, വശ്യാഹ എങ്ങനെ വശ്യരാകാതിരിക്കും, വശ്യരാകും എന്നർത്ഥം. ഇത് എഴുതിയിരിക്കുന്നത് ശങ്കരാചാര്യസ്വാമികളാണ്. അപ്പോ ഈ ഭൂമിയെയും ആകാശത്തെയും അരുണവർണ്ണം ദേവിയുടെ അരുണശോഭ വ്യാപിക്കുന്നു. ദേവി കരുണാതരംഗിതാക്ഷിയാണ്. അരുണാം കരുണാതരംഗിതാക്ഷി. ഓരോ നോട്ടത്തിനും ഓരോ അർത്ഥം, ഓരോരുത്തർക്കും ഓരോ നോട്ടം. അങ്ങനെയുള്ള ദേവിയുടെ കടാക്ഷം, ദേവിയുടെ അരുണശോഭ ഭൂമിയും ആകാശവും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനത്തെ കാഴ്ചയുള്ള ഒരു സാധകൻ, ഉത്തമ സാധകൻ, അയാൾ ആകർഷണ കേന്ദ്രമായി തീരുന്നു. അവർക്ക് ശാരീരികമായ സൗന്ദര്യം വേണമെന്നേ ഇല്ല. അവസ്ഥ തപശക്തിയാണ് അവരുടെ. ലോകം മുഴുവൻ അമ്മയാണ് എന്ന് കാണാൻ കഴിയുന്നു എന്നർത്ഥം. ലോകം മുഴുവൻ ദേവിയുടെ അരുണശോഭ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, അവരിൽ ബ്രഹ്മാദി അപ്സര സ്ത്രീകളും കൂടി ആകർഷ്ടരാകുന്നു. ബ്രഹ്മാവൂർവശിമേനക തിലോത്തമ ഇങ്ങനെയുള്ള ഏറ്റവും സൗന്ദര്യമുള്ളവരൊക്കെ ആകർഷ്ടരാകുന്നു എന്ന് പറയുന്നു. ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം മുതലായ മഹാമന്ത്രങ്ങളെ ജപം ചെയ്യുക. സാക്ഷാത് പരാശക്തിയുടെ ദർശനം കിട്ടുക. സാക്ഷാത് പരാശക്തി ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു സാധകൻ ഒരു ആകർഷണ കേന്ദ്രമായി തീരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സ്ത്രീയ സമസ്ത സകലാ ജഗത്സു, എല്ലാവരും അമ്മയാണ് അയാൾക്ക്. ഈ ലോകത്തുള്ള സ്ത്രീകളെല്ലാം ദേവിയാണ്. സർവം ദേവീമയം ജഗത്ത് എന്ന് കാണുന്നു. അങ്ങനെയുള്ളവർക്ക് കാമം ഇല്ല. ക്ഷപിത പശുപാശവ്യതികര, സാധാരണ ജന്തുക്കൾക്കുള്ള പശുപാശങ്ങൾ, കെട്ടുകളൊന്നും അവർക്കില്ല. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഗൃഹസ്ഥാശ്രമ ധർമ്മം പാലിക്കുന്നവരെല്ലാം നിയമം ഉള്ളവരായിരുന്നു. കളത്രയോഗം എന്നൊക്കെ അതിനെ പറയും. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ഇതൊക്കെ അപൂർവമായി ആയിക്കൊണ്ടിരുന്നു. അവർ മറ്റുള്ളവരെ കാമത്തോടുകൂടി നോക്കുന്നില്ല. അവരെല്ലാം ബാക്കിയുള്ളവരെല്ലാം ദേവി, സാക്ഷാത് ശാരദാദേവിയെ, രാമകൃഷ്ണ പരമഹംസന്റെ പത്നിയാണ്. പക്ഷെ സാക്ഷാത് രാജരാജേശ്വരിയായിട്ട് ഷോഡശി പൂജ ശ്രീരാമകൃഷ്ണ പരമഹംസർ ചെയ്തു. നീ എന്ന് വിളിച്ചിട്ടത്ര ജീവിതം മുഴുവൻ. ഒരു നിന്ദാസ്വരം സംസാരിച്ചിട്ടില്ല. ഒരിക്കലും ഏതോ ഇരുട്ടത്ത് ശാരദാദേവി ദേവത്തിന്റെ മുറിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ഇരുട്ടത്ത് മനസ്സിലായില്ല രാമകൃഷ്ണ പരമഹംസർക്ക്. അല്ലെങ്കിൽ അതൊരു നിമിത്തം അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി തുയി എന്ന് വിളിച്ചോത്രേ, നീ എന്ന് വിളിച്ചോത്രേ, വേലക്കാരിയെ വിളിക്കുന്നത് പോലെ. പിന്നീട് മനസ്സിലായി അത് ശാരദാദേവിയാണ്. വളരെ വിഷമിച്ചു രാമകൃഷ്ണ പരമഹംസർ. സത്യം പറഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസർക്ക്
നല്ല ഉള്ളപ്പോൾ 5 വയസ്സ് കുട്ടിയാണ് ശാരദാദേവി. അങ്ങനെയാണ് കല്യാണം, അന്നത്തെ ബാല്യവിവാഹ സമ്പ്രദായം. 10-20 വയസ്സ് വ്യത്യാസമുണ്ട്. അന്ന് അതൊരു പതിവാണ്, അങ്ങനെയാ വിളിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ നീ എന്ന് വിളിക്കും. ക്ഷമിക്കും, ഭാര്യനെ ഭർത്താവ് നീ എന്ന് വിളിക്കും. അത് അത്ര ഒരു കുറ്റകൃത്യമായിട്ടൊന്നും കാണുന്നില്ല. എന്നിട്ടും രാമകൃഷ്ണ പരമഹംസ അങ്ങനെ വിളിച്ചപ്പോൾ ക്ഷമ ചോദിച്ചു എന്നാണ് പറയുന്നത്. ശാരദാദേവിയെ സാക്ഷാത് പരാംബികയായിട്ടാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ പൂജിക്കുകയും ചെയ്തു, ഷോഡശോപചാര പൂജ ചെയ്തു. അപ്പോ ഇവിടെ രംഭ, ഊർവശി, മേനകകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമല്ല ഇത്. തൻ്റെ കാമപൂർണയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയോഗമല്ല. എന്തുകൊണ്ട് ആകർഷരാവില്ല എന്നാണ് ചോദ്യം. ആകർഷരാവും. കാമത്തിന് വേണ്ടിയല്ല, അവരുടെ ദേവിയുടെ പുത്രൻ എന്നുള്ള ഒരു മനോഹാരിത അവർക്കുണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് അവർ ശൃംഗാരാദി ലീലകളൊന്നും അവരുടെ ആകർഷകരല്ല. അതാണ് എൻ്റെ താല്പര്യം. അവർ ശിഷ്ടജനങ്ങളായിരിക്കും. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാമത്തിൽ അവർ ഏർപ്പെടില്ല. പശുപാശങ്ങൾ അവർക്കില്ല. അതുകൊണ്ട് സ്ത്രീകളും അവരെ അങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെയാണ് ഇതിലൂടെ താല്പര്യം. അവരൊരു ആകർഷണ കേന്ദ്രമായി തീരുന്നു എന്ന് വേണം ഇതിനെ എടുക്കേണ്ടത്. അല്ലാണ്ട് ഇതൊക്കെ സ്ത്രീവശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമായിട്ട് കണക്കാക്കാൻ പാടില്ല. അതുപോലെ അടുത്ത ശ്ലോകം, മുഖം ബിന്ദും കൃത്വ ഉച്ചയുഗം അധസ്തസ്യ തദ്ദതഃ ഹരാർദ്ധം ധ്യായേദ്യ ഹരമഹിഷിതേ മന്മഥകലാം സദ്യക് സംക്ഷോഭം നയതി വനിത ഇത്യാതി ലഘു ത്രിലോകീമപ്യാസു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. ഇതും ത്രിലോകവശ്യം എന്നുള്ളതാണ് ഇതിൻ്റെ പരാമർശിക്കുന്ന വിഷയം. 3 ലോകങ്ങളെയും ഭ്രമിപ്പിക്കുന്നു എന്ന്. ഇത് സൗന്ദര്യലഹരിയിലെ ചില ശ്ലോകങ്ങൾ, അപൂർവം ശ്ലോകങ്ങൾ, ഒരു സഭയിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല. അത് ഉപാസനാ മാർഗങ്ങളാണ്, രഹസ്യാർത്ഥങ്ങളുള്ളതാണ്, മന്ത്രങ്ങളാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം. അത് ശ്രീവിദ്യ പോലത്തെ മന്ത്രങ്ങളാണ്. അത് കാരണം അങ്ങനത്തെ ശ്ലോകങ്ങളിൽ ഒന്നാണിത്. എന്നാൽ സാമാന്യ അർത്ഥം ഇത് ജപിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നേരിട്ടുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നാണ് എൻ്റെ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഹേ ഹരമഹിഷി, പരാശക്തിയുടെ പത്നിയായ ദേവി, മുഖം ബിന്ദും കൃത്വ, മുഖത്തെ, പരാശക്തിയെ സാക്ഷാത് വിശ്വമായിട്ട് ഭാവിക്കുകയാണ്, ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിയായിട്ട് ഭാവിക്കുകയാണ്. മുഖം ബിന്ദും കൃത്വ, മുഖത്തെ ബിന്ദുസ്ഥാനമായി കണക്കാക്കുന്നു. തദധഃ ഉച്ചയുഗം, 2 സ്ഥലങ്ങളെയും അതിൻ്റെ താഴെയുള്ള ഹരാർദ്ധം, പരമേശ്വര ശക്തിയായ യോനിയെ, തൻ്റെ മന്മഥകലയെ, നിന്റെ മന്മഥകലയെ, തേ മന്മഥകലാം യഹ ധ്യായേത്, ആരാണോ ധ്യാനിക്കുന്നത്, സദ്യസംക്ഷോഭം നയതി, അയാൾ ഈ ലോകത്തെയും സംക്ഷോഭം നയിക്കുന്നു എന്നുള്ളത് അതിലഘു, ഇതൊക്കെ സാധാരണ കാര്യമാണ്. രവീന്ദുസ്തനയുഗം, സൂര്യചന്ദ്രന്മാരാണ് ദേവിയുടെ സ്ഥലങ്ങൾ. ത്രിലോകയും അഭി, 3 ലോകത്തിലുള്ള സ്ത്രീകളെയും കൂടി ആശു ഭ്രമയതി, മോഹിപ്പിക്കുന്നു. രവീന്ദുസ്തനയുഗങ്ങളോട് കൂടിയിട്ടുള്ള സൂര്യനും ചന്ദ്രനുമാണ് ദേവിയുടെ സ്ഥലങ്ങൾ. അങ്ങനെ
ആരാണോ ധ്യാനിക്കുന്നത് മാദനപ്രയോഗം എന്നതിനെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നു. ഇത് ഗുരുപദേശത്തോടു കൂടി പഞ്ചദശാക്ഷരി. ഇതിന് മന്ത്രാർത്ഥങ്ങളാണ് ഉള്ളത്. അക്ഷരങ്ങളാണ് മന്ത്രങ്ങൾ, അക്ഷര സമൂഹമാണ് മന്ത്രങ്ങൾ. പക്ഷേ എല്ലാവരും അതേ അക്ഷരങ്ങളെ ചൊല്ലിയാൽ, അനർഹരായ ആൾക്കാർ ചൊല്ലിയാൽ അതിന് പ്രയോജനമില്ല. രാജാവ് തൻ്റെ കൂടെയുള്ള ആളെ കൽപ്പിക്കുന്നത് പുറത്തു പോടാന്ന് പറയുന്നു, ഉടനെ അയാൾ പുറത്തു പോകും. അതേസമയം ആ ജോലിക്കാരൻ ആരോടെങ്കിലും പറഞ്ഞാൽ അത് അവർ കേട്ടോളുന്നില്ല. അപ്പൊ അധികാരി ഭേദമുണ്ട്. അധികാരികൾ പറയുമ്പോഴാണ് അത് സ്ഫുടമാകുന്നത് മന്ത്രങ്ങൾ. ഏതെങ്കിലും പുസ്തകം നോക്കി മന്ത്രജപം ചെയ്യാല്ല വേണ്ടത്. ഗുരുമുഖമായിട്ടുള്ള ഉപദേശം വേണം. പ്രയോഗശാസ്ത്രമാണ് ഇത് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പൊതിഞ്ഞ അർത്ഥത്തോടു കൂടിയാണ് ഇതിൽ പറയുന്നത്. തന്ത്രത്തിൽ ഒരു ത്രികോണാകൃതിയിൽ ധ്യാനിക്കണം. സ്ഥലങ്ങളെയും യോനിയെയും വെച്ച് കാമരാജ ബീജം കൊണ്ട് ആ മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ലഹ്രീം ഹസകലഹ്രീം എന്നൊക്കെ. ഈ പ്രപഞ്ചമേ ദേവിയാണ് എന്നുള്ള ഭാവനയോടുകൂടി ആരാണ് ധ്യാനിക്കുന്നത് അവർക്ക് മൂന്ന് ലോകങ്ങളും ആകൃഷ്ടമാകുന്നു. മൂന്ന് ലോകങ്ങളും ഭ്രമിക്കുന്നു അവരെ കണ്ടിട്ട് എന്ന് ആ ഉപാസകന്റെ മഹിമയെ പരാമർശിക്കുന്നതാണ് ഈ ശ്ലോകം. സ്ത്രീലമ്പടന്മാരാണെന്ന് അർത്ഥമല്ല. മൂർഖജനങ്ങളും കൂടി, കാമാസക്തിയുള്ള ജനങ്ങളും കൂടി ഈ ഉപാസന കൊണ്ട് ദേവിയുടെ ചരണാരവിന്ദത്തിൽ ദൃഢഭക്തി ഉണ്ടാകുന്നു എന്നുള്ള ഒരു ശാസ്ത്രക്രമം അവർക്കും ഉദ്ഗതിക്കുള്ള വഴിയുണ്ട്, അതിനുള്ള മന്ത്രസാധനങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഈ ശ്ലോകം സഹായിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. കിരന്തീം അംഗേഭ്യ കിരണനികുരുംബാമൃതരസം ഹൃദിത്വാം ആധത്തെ ഹിമകരശിലാമൂർത്തിമിവയ സ സർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസരയ. അംഗേഭ്യ, ഹേ ദേവി, അല്ലയോ മഹാദേവി, യഹ, ഏതൊരു ഉപാസകനാണോ, അംഗേഭ്യ, നിന്റെ അവയവങ്ങളിൽ നിന്നും, കിരണനികുരുംഭാമൃതരസം, കിരണങ്ങളിൽ നിന്നും, ദേവിയുടെ ശരീരത്തിൽ നിന്നും അമൃതരശ്മികളാണ് പൊഴിയുന്നത്, ഉണ്ടാകുന്നത്. ആ അമൃതരസത്തെ, കിരന്തീം, ആ അമൃതരസത്തെ, ആ പ്രസരിക്കുന്ന അമൃതരസത്തെ, ഹിമകരശിലാമൂർത്തിമിവയ, ചന്ദ്രകാന്ത കല്ലുപോലത്തെ ആ രൂപത്തെ, ത്വാം, അങ്ങനെയുള്ള നിന്നെ, ആരാണോ ഹൃദി, മനസ്സിൽ, ആധത്തെ ധ്യാനിക്കുന്നത്, സഹ, അവൻ, ശകുന്താധിപൈവ, ഗരുഡനെ പോലെ ഭവിക്കുന്നു, പക്ഷിരാജനായ ഗരുഡനായിത്തീരുന്നു. സ സർപ്പാണാം ദർപ്പം ശമയതി, പാമ്പുകളുടെ ദർപ്പത്തെ ശമിപ്പിക്കുന്നു. സുധാധാരസരയ, അയാളുടെ കണ്ണുകളിൽ നിന്നും അമൃത് പോലത്തെ കിരണങ്ങളാണ് ഉണ്ടാകുന്നത്. ദൃഷ്ട്യ, അയാളുടെ നോട്ടം കൊണ്ട്, അമൃത് പ്രവഹിക്കുന്ന നോട്ടം കൊണ്ട്, ജ്വരപ്ലുഷ്ടാൻ, പനിയുള്ളവരെ, സുഖയതി, മാറ്റുന്നു എന്നർത്ഥം. ഇതിനെ ഗാരുഡപ്രയോഗം എന്ന് സൗന്ദര്യലഹരി അറിയുന്ന വ്യാഖ്യാതാക്കൾ പറയും. ഇതൊക്കെ നടക്കുമെന്ന് എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. അങ്ങനെയല്ല. ഇന്നും അപൂർവമായിട്ട് ആളുകളുണ്ട് ഇത് ഇത് ഏറ്റവും ഉയർന്ന സാധകരെ പറ്റിയിട്ട് മാത്രമാണെന്ന് കരുതേണ്ട ആവശ്യമില്ല.
വൈദ്യവൃത്തി ചെയ്യുന്നവരിൽ തന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. നോക്കിയാൽ മതി. ഒരാളുണ്ടായിരുന്നു, എനിക്കറിയുന്നവരാണ്, വയസ്സായ ആളാണ്, ഇപ്പം ഇല്ല. അപ്പോൾ കാലിൽ എന്തെങ്കിലും അസുഖം, കാല് കൊണ്ടുവന്ന് വെക്കാൻ പറയും. എന്നിട്ട് കൈ രണ്ടും മറച്ച് പിടിച്ച് നോക്കും, അസുഖം മാറും. കാഞ്ചി പരമാചാര്യരുടെ എത്രയോ അനുഭവങ്ങളുണ്ട്. കടാക്ഷം, അതുകൊണ്ട് അസുഖങ്ങൾ മാറും. അമ്മയുടെ അടുത്ത് അമ്മ അതിനെ ഒരു പ്രയോഗം പോലെ കാണിക്കുന്നൊന്നുമില്ല. അമ്മ സങ്കല്പിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും ഒരു അഭിനയങ്ങളൊന്നുമില്ല. പക്ഷെ അത് മാറുന്നത് അനുഭവമാണ്. രമണ മഹർഷിക്ക് എല്ലാവരും വിചാരിക്കുന്നത് ജ്ഞാനിയുടെ മൂർത്തിയാണ്, ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ്. വലിയ കർമ്മയോഗിയാണ് രമണ മഹർഷി. രാവിലെ 3 മണിക്ക് എണീൽക്കും. അദ്ദേഹം ഉറങ്ങുന്നതേ കാണാറില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത് കാണാം. കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നു, ഉറക്കമില്ല. ഉറങ്ങേണ്ട ആവശ്യമില്ലാത്ത ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇതൊന്നും അവർക്കില്ല. ആത്മനിഷ്ഠരാണ്. മൂന്ന് മണിക്ക് പച്ചക്കറി അറിയാനും ഭക്ഷണം ഉണ്ടാക്കാനും പോകും. ആൾക്കാരെ തൊടാറില്ല എന്ന് വെച്ച് ഒന്നും അനുഗ്രഹിക്കുന്നില്ല എന്നല്ല, ആ കടാക്ഷം മതി. കടാക്ഷ സന്ധി കരുണ എന്ന് ലളിത ത്രിശതി, കടാക്ഷം കൊണ്ട് കാരുണ്യത്തെ പൊഴിക്കുന്നു എന്നാണ്. അങ്ങനെ ചന്ദ്രകാന്ത കല്ല് പോലത്തെ ദേവിയെ ധ്യാനിക്കുന്നവർക്ക്, വെളുത്ത നിറമുള്ള ദേവിയെ ധ്യാനിക്കുന്നവർക്ക് അമൃത് പോലത്തെ കടാക്ഷം ഉണ്ടാവും. ആ കടാക്ഷം കൊണ്ട് അവര് ഗരുഡനെ പോലെ സമർത്ഥരാകുന്നു. ഗരുഡൻ വന്നു കഴിഞ്ഞാൽ അവിടെ പാമ്പിന് സ്ഥാനമില്ല, വിഷമില്ല എന്ന് പറയും. അപ്പൊ ഇത് ആധ്യാത്മികമായിട്ടുള്ള അനുഗ്രഹം. മൂക്കപഞ്ചശത്തിൽ കടാക്ഷ ശതകം എന്നുണ്ട്. ഇതൊരു വലിയൊരു റിസർച്ച് സബ്ജക്റ്റാണ്. മഹാത്മാക്കൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ നോട്ടം മതി എന്നർത്ഥം. രമണ മഹർഷിയുടെ നോട്ടത്തെ പറ്റിയിട്ട് എഴുതാത്ത ഒരു ശിഷ്യനില്ല. പ്രത്യേക നോട്ടമാണ് അവരുടെ. അത് അനുഗ്രഹം. ഞാൻ നിന്നെ അറിയുന്നു, എല്ലാം അറിയുന്നു എന്നുള്ള സൂചനയാണ് അത് തരുന്നത്. അതുപോലെ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം, അഭയം, അതൊക്കെ കണ്ണിൽ തന്നെ അവർക്ക് അനുഗ്രഹിക്കാൻ സാധിക്കും. അമ്മ നമ്മളെ നോക്കി നമുക്ക് ഒരു ആശ്വാസമാണ്, സന്തോഷം, അമ്മയുടെ സന്തോഷം, ഇതൊക്കെ നമുക്ക് ആ കണ്ണിലൂടെ, ദൃഷ്ടിയിലൂടെ കാണുന്നു. നോട്ടം കൊണ്ട് അസുഖങ്ങളെ മാറ്റുന്ന സമ്പ്രദായവും വൈദ്യശാസ്ത്രത്തിലുണ്ട്. ഇന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരില്ല എന്ന് വേണം തന്നെ പറയേണ്ടത്. ഒരു പ്രയോഗം ഈ ശ്ലോകം എന്നിട്ട് പറയുന്നു. 6 മാസം ഞാൻ ആ ശ്ലോകം വായിക്കുന്നില്ല. ഷണ്മാസ ധ്യാനയോഗേന ജായതേ ഗരുഡോപമ ദൃഷ്ട്യാ കർഷയത്തെ ലോകം ദൃഷ്ടൈവ കുരുത്തെ വാസം ദൃഷ്ടോ സംക്ഷോഭയെന്നാലും ദൃഷ്ടൈവ അപഹരേത് വിഷം ദൃഷ്ട്യാ ചതുർത്ഥകാദ്യം സ ജ്വരാന്നാശയേ ക്ഷണാത് ചന്ദ്രകാന്തശിലാമൂർത്തിം ചിന്തയിത്വാ വിനാശയേ താപജ്വരാൻ ശേഷാം ച ശീഘ്രം താക്ഷയേവ നരഃ ഗാരുഡധ്യാനയോഗേന സ്മരണാത് നാശയത് വിഷം എന്ന് 14 രോഗങ്ങൾ, വലിയ വലിയ മഹാരോഗങ്ങളെയൊക്കെ അവരുടെ നോട്ടം കൊണ്ട് ഇല്ലാണ്ടാക്കുന്നു, വിഷത്തെ ഇല്ലാണ്ടാക്കുന്നു എന്നൊക്കെ ദേവീ ഉപാസനയുടെ ഒരു ഫലം വിഷഹരപ്രയോഗം എന്നതിനെ പറയും. ഈ ശ്ലോകത്തിൻ്റെ പാരായണം, അധ്യയനം, മനനം, അതുകൊണ്ടൊക്കെ ഈ ഫലം സിദ്ധിക്കുന്നു. 100 കണക്കിന് ആവർത്തിച്ചതിനെ ജപിക്കുന്നു സാധകന്മാർ. രോഗനിവൃത്തി, സകല രോഗനിവൃത്തി.
അതൊക്കെയാണ് ഇതിൻ്റെ ഫലം എന്നൊക്കെ. അങ്ങനെ ജ്വരം എന്നുള്ള വാക്കിന് ആയുർവേദത്തിൽ തന്നെ എല്ലാ രോഗങ്ങൾക്കും ജ്വരം എന്നുള്ള ഒരു വാക്ക് പറയാം. പനി എന്നുള്ള ഒരു അർത്ഥത്തിലും പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട രോഗം ജ്വരമായതുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും ജ്വരം എന്നുള്ള അർത്ഥമുണ്ട്. വിഷമാണ് മാറ്റാൻ പ്രയാസം. അതിന് ഔഷധങ്ങൾ മാത്രം പോരാ, മണി വേണം, ഔഷധങ്ങൾ വേണം, കൂടാതെ മന്ത്രവും വേണം. അതിനെ വിഷവിദ്യ എന്ന് പറയും, മന്ത്രപ്രയോഗങ്ങളെ. അതും കൂടി ആവശ്യമുള്ളതാണ്. പാമ്പ് കടി മുതലായ വിഷവൈദ്യം. അത് തന്നെ മാറും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് മാറും എന്നുള്ളത് പറയേണ്ടതായിട്ടില്ലല്ലോ. അത് കാരണം അങ്ങനെ സകല രോഗശമനമാണ് ദേവിയുടെ ഉപാസന. ദേവിയെ ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവർക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല, മരണഭയം ഉണ്ടാവില്ല, അനായാസ മരണം, സുഖമായിട്ടുള്ള ദീർഘജീവിതം, കാമരഹിതമായിട്ടുള്ള മനസ്സ് ഒക്കെ ഉണ്ടാകുമെന്ന് ധരിക്കേണ്ടതാണ്. അങ്ങനെ ഈ ശ്ലോകങ്ങളുടെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം ഇങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തുള്ള 5 ശ്ലോകങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കേൾക്കാം. ഓം അമൃതേശ്വരി നമഃ. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സൗന്ദര്യലഹരിയിൽ പല ഭാഗത്തായിട്ട് ശ്രീവിദ്യാ മന്ത്രത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ സൗന്ദര്യലഹരി അഭ്യസിച്ച ഒരാൾക്ക് ഗുരുമുഖത്തെന്തും മന്ത്രം ലഭിക്കാതെ തന്നെ ശ്രീവിദ്യാ മന്ത്രം ഉപാസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, അത് പടിപടിയായിട്ടാണ് മന്ത്രദീക്ഷ സമ്പ്രദായം. ഭാരതത്തിലെ പലരും ശ്രീവിദ്യ മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം എടുത്ത ഉടനെ മന്ത്രദീക്ഷ കൊടുക്കുന്നത് പതിവില്ല. പഞ്ചായതന പൂജ, അതുപോലെ ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അധികാരി ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു, എന്നുവെച്ചാൽ ധാരാളം ഉപാസന കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവണം. അപ്പോഴാണ് അത് ഫലവത്താകുന്നത്. അല്ലാത്തവർ അതിൽ പെർസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള ഒരു യോഗ്യത അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വലിയ ക്ഷേത്രത്തിൽ തന്ത്രി ആവണമെങ്കിൽ 2 മണിക്ക് എണീക്കണം. ഞാൻ ഗുരുവായൂർ തന്ത്രിയെ ഒരു ദിവസം കണ്ടു. അദ്ദേഹത്തിന്റെ ചിട്ട ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെ, 2 മണി മുതൽ 12 മണി വരെ സന്നിധിയിലിരിക്കണം. അത് അത്ര മനോനിയന്ത്രണം. അത് വേണമെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അത്ര പരിശുദ്ധിയുള്ളവർ. മൂത്രമൊഴിച്ചാൽ കുടിക്കണം. അങ്ങനെയുള്ള നിയമങ്ങളാണ് ആ ഒരു മഹാക്ഷേത്രങ്ങളിലത്തെ പൂജാരികൾക്ക് വേണ്ടത്. ശബരിമല മേൽശാന്തി നമ്മൾ നോക്കുന്നു, എത്ര നേരം നെയ്യഭിഷേകം ചെയ്യണം എന്നുള്ളതാണ്. നെയ്യിന്റെ മണം വെറുതെ അതിൽ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം. അത് ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുന്നവർക്ക്. അപ്പോ ഇത് കർക്കശമായിട്ടുള്ള നിയമങ്ങൾ പറയുന്നത് കൊണ്ട് അതെന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അത് അത്ര മനഃശുദ്ധിയുള്ളവർക്ക് ചരമജന്മത്തിലാണ് ശ്രീവിദ്യ ഉപാസകനാകുന്നത് എന്ന് പറയും. അതുകൊണ്ട് അത്ര സാക്ഷാത്കാരത്തിന്റെ പടിയിൽ നിൽക്കുന്നവർക്കാണ് അതിനുള്ള പ്രയോഗം അത് ഉപയോഗിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, എടുത്ത ഉടനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേർന്നാൽ അതിൽ ശ്രീവിദ്യാ ദീക്ഷിതർ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല അതിൻ്റെ ക്രമം. ആദ്യം ഗണപതി ഉപാസന, ബാല ഉപാസന, അങ്ങനെ മന്ത്രങ്ങളും എടുത്ത ഉടനെ ഷോഡശാക്ഷരി മന്ത്രമല്ല കൊടുക്കുന്നത്. അതിൽ 2-3 സിസ്റ്റംസ് ഉണ്ട്, പല സിസ്റ്റംസ് ഉണ്ട്. അവർ ഫോളോ ചെയ്യേണ്ട സിസ്റ്റം ആണെങ്കിലും കൂടി എടുത്ത ഉടനെ അത് പതിവില്ല. അത് ഒരുപാട് നാള് നമ്മളെ തയ്യാറാക്കി. ഇപ്പൊ സത്യം പറഞ്ഞാൽ പല ശ്രീവിദ്യാഭാസകന്മാരും സ്വയം പാകം ചെയ്യുന്നവരാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല, അവർ തന്നെ ഉണ്ടാക്കി കഴിക്കും. പരാന്നം അവർക്ക് പറ്റില്ല എന്നർത്ഥം, പാടില്ല എന്നർത്ഥം.
ആഹാരശുദ്ധി, മനഃശുദ്ധി, തൻ്റെ കർമ്മങ്ങളിൽ ശുദ്ധി, ഇതൊക്കെ ഉള്ളവർക്കാണ് അതിന് ഫലം സിദ്ധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ധാരാളം മന്ത്രങ്ങൾ, ദൈവീ മന്ത്രങ്ങളുണ്ട്. ഞാൻ ആദ്യം എനിക്ക് മന്ത്രദീക്ഷ ഇല്ലായിരുന്നു. ഞാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ നാമം ശ്രീമാത്രേ നമഃ എന്നുള്ള നാമം ജപിച്ചുകൊണ്ടിരുന്നു കുറേ കാലം. ശാരദാദേവിയാണ് എൻ്റെ ഇഷ്ടമൂർത്തി. ശാരദാദേവിയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു, പക്ഷേ ഈ മന്ത്രം ജപിച്ചു, ശ്രീമാത്രേ നമഃ എന്ന്. അങ്ങനെ കാലക്രമേണ അമ്മയുടെ ദർശനവും അമ്മയുടെ ബന്ധവും കിട്ടി. അതുകൊണ്ട് അങ്ങനത്തെ മഹാദേവി നമഃ അമ്പലങ്ങളിലൊക്കെ എഴുതി കാണാം. അത് എല്ലാവർക്കും ജപിക്കാം. ഓം നമോ നാരായണായ ഇത് എല്ലാവർക്കും ജപിക്കാം. ഓം നമ ശിവായ എല്ലാവർക്കും ജപിക്കാം. രാമനാമം എല്ലാവർക്കും ജപിക്കാം. അതിന് ദീക്ഷാ നിയമങ്ങളില്ല. പക്ഷേ ശ്രീവിദ്യ ഉപാസനയ്ക്ക് ദീക്ഷാ സമ്പ്രദായങ്ങളുണ്ട്. അത് പടിപടിയായിട്ട് വേണം അതിനെ നേടിയെടുക്കാൻ. തിരക്ക് കൂട്ടാൻ പാടില്ല എന്നർത്ഥം. जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितं जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते।